ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങളുടെ പാലിച്ച് നമുക്ക് ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അതിന് വേണ്ടിയായിരിക്കും നമ്മുടെ ഓരോ ആർക്കെങ്കിലും കൊടുത്ത് നമ്മുടെ വോട്ടുകളെ കളയാൻ പാടില്ല. ഇവിടെ നല്ലൊരു ഭരണം, മുസ്ലിങ്ങളോട് സ്നേഹമുള്ള നമ്മുടെ ശരീഅത്ത് നമുക്ക് എങ്ങനെ അനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് അനുസരിച്ച് ജീവിക്കണം. അതൊന്ന് പറ്റുന്ന ഒരു വോട്ടറായിരിക്കണം ഭരണത്തിൽ വരേണ്ടത്. പ്രത്യേകിച്ചും ഈ വർഷം വെള്ളിയാഴ്ച ദിവസമാണ് ഇലക്ഷൻ. അതുകൊണ്ട് ഈമാൻ കൂടിയിട്ട് ആരും വോട്ട് ഇടാത്തില്ല. വെള്ളിയാഴ്ച അല്ലേ, പള്ളിക്കല്ല പണ്ടിയല്ലേ, എല്ലാവരും വോട്ടിടണം. ഒരു ജിഹാദ് പോലെയാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇതിന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരുപാടുണ്ട്. ഒന്നും കൂടി ഇവർ വന്നാൽ നമ്മുടെ കഥ ഏകദേശം കഴിയും. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു വോട്ടും ആലാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ഭരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനികൾ ഒരുപാട് ആൾക്കാർ രോഗം വസിയപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ ഇതുവരെ നോക്കിയ നോമ്പുകൾ മറ്റുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാൻ റഹീമായ അല്ലാഹു സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതിന് സ്വാലിഹാമനായി നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ പാപികളാണ്, ദോഷങ്ങളാണ് റഹ്മാനെ. അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളെ മാറ്റി കളയണം റഹ്മാനെ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. പാപികളാണ്, ദോഷങ്ങളാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കൾ പലരും ഖബറിലാണ് റഹ്മാനെ. ഖബറിൽ വല്ല അദാബിലുമാണെങ്കിൽ എല്ലാ അദാബിനെ നിവർത്തണം റഹ്മാനെ. ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. ഹിസാബ് കൂടാത്ത സ്വർഗ്ഗത്തിൽ നടക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. നരകമോചനം ലഭിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തിന്റെ ദുആത്തിനായി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ദോഷങ്ങളൊക്കെ നീ മായ്ച്ചു കളയണം റഹ്മാനെ. അല്ലാഹുവേ, അവരെ ഞങ്ങളെ നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ നോക്കിയ നോമ്പുകൾ മറ്റുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ തറാവീഹ് നിസ്കാരം സ്വീകരിക്കണം റഹ്മാനെ. നാളെ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ ഒലിച്ചെറിയുന്ന ഗതികൾ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇമാമത്തിലോ മറ്റുള്ള കാര്യത്തിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ മാപ്പാക്കണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ഹഖിലാവർക്കത്തോടെ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം ആഫിയത്ത് നിന്റെ ദുആത്തിനായി നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. അല്ലാഹുവേ, നീയാണ് രോഗം തന്നത്. തന്നവരുടെ രോഗങ്ങളെ ശരിയാക്കണം റഹ്മാനെ. നമ്മുടെ ശരീരത്തിൽ വല്ല രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ നീ നീക്കിക്കളയണം റഹ്മാനെ. വല്ലതും വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ തട്ടിക്കളയണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാല് മക്കൾ പൂർണ്ണമായ ആരോഗ്യം ആഫിയത്ത് നൽകണം റഹ്മാനെ. അവരെ ഞങ്ങളെ നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. മുഖ്ലിസീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ വഴി കേൾപ്പിക്കല്ല റഹ്മാനെ. എല്ലാവരും ആഖിറത്തിൽ വയ്ക്കുന്ന മക്കളെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് ചീത്ത പേരുണ്ടാക്കുന്ന വ്യവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ല റഹ്മാനെ. ആഖിറത്തിലും ദുനിയാവിലും തരല്ല റഹ്മാനെ. സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, നാഫിയായി നൽകണം റഹ്മാനെ. ഇബ്നോട് സ്നേഹമുള്ള മക്കളാക്കണം റഹ്മാനെ. പരിപരിപ്പിക്കല്ല റഹ്മാനെ. റഹ്മാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. എൻ്റെ ഹബീബിന്റെ കരുണ കൊണ്ട് ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷയുള്ളത്. അതിനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബിൻ റൗള ശരീഫ് ചെന്ന് സ്വലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നല്ല വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. നല്ല വഴികൾ നീ തുറന്നു താ റഹ്മാനെ. ഹലാലായ
വന്നതിനും തരാൻ പോകുന്നതിനും ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. എല്ലാവിധ ശർറിൽ നിന്ന് ഫിത്നയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ നാടിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഈ നാട്ടിന് സമാധാനം നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഐക്യം നൽകണം റഹ്മാനെ. പിന്നി നൽകണം റഹ്മാനെ. പരസ്പര സ്നേഹം നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനെ. ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഈ നാട്ടിൽ മരണപ്പെട്ടു പോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. റഹ്മാനെ അല്ലാഹുവേ ഒരുപാട് കാലങ്ങളായ അല്ലാഹുവേ അതിന്റെ ഘാതകർ ആരാണെങ്കിൽ നീ അറിഞ്ഞവനാണ് റഹ്മാനെ. അതിന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് സമുദായത്തിലേക്ക് അറിയിച്ചു തരണം റഹ്മാനെ. അതൊക്കെ നല്ല നില തുറന്നു പറയാനുള്ള തൗഫീഖ് അവർക്കൊക്കെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ നീ നീട്ടിവെക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വളരെ വിഷമത്തിലാണ്, മഴ നൽകണം റഹ്മാനെ. അല്ലാഹുവേ നല്ല ചൂടാണ് റഹ്മാനെ. ഈ മഴ തന്ന് ഞങ്ങളെ കുളിർപ്പിക്കണം റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ